ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷില്ലേ, നമ്മുടെ അതിനെ എങ്ങനെ വളർത്തി വലുതാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട ഫിഷ് ഹോബിസ്റ്റുകൾക്ക് അറിയാം, റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് അത്യാവശ്യം വളർത്തി വലുതാക്കി എടുക്കാൻ പാടാണ് എന്നറിയാം. കാരണം വേറൊന്നുമല്ല, ഇവരുടെ അത്യാവശ്യം മെയിൻ്റനൻസ് വേണ്ട ഒരു ഫിഷാണ് ഇവർ. ഡൈജഷൻ ഇഷ്യൂ ഒക്കെ കാരണം പലരുടെയും കയ്യിൽ നിന്ന് ചെറിയ സൈസിൽ തന്നെ ഡെഡായി പോയിട്ടുണ്ട്. അപ്പോൾ അതില്ലാണ്ട് എങ്ങനെ വളർത്തി വലുതാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഓക്സിജൻ ഒന്നും കൊടുത്തിട്ടില്ല, ഫിൽറ്ററൊന്നും കൊടുത്തിട്ടില്ല, വെറും ഒരു ടാങ്കിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു 1 feet എബോവ് ആയിട്ടുണ്ട്. ഇപ്പോൾ 1 feet പ്ലസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈസിലേക്ക് ഞാൻ എത്തിച്ചത് വളരെ ലോ മെയിൻ്റെനൻസ് രീതിയിലൂടെയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നത് റിസ്ക്കാണ്. കാരണം ഇങ്ങനെ ഫിൽറ്ററൊക്കെ വേണ്ട ഒരു ഫിഷിനെ അങ്ങനെ ഇട്ട് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ റിസ്ക്കാണ്. പക്ഷെ അവൻ്റെ അഡാപ്റ്റായി പുള്ളിക്കാരൻ അങ്ങനെ കിടന്ന്. അപ്പോഴത്തേക്കും നമ്മളതുപോലെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങൾ. റെഡ് ടെയിലിനെ ആദ്യമായി വാങ്ങുന്നവരാണെങ്കിൽ ഒരു ചെറിയ സൈസ് വിട്ട് ഒരു ഇച്ചിരി ഏകദേശം ഒരു 5 inch എബോവ് ഉള്ള സൈസ് തൊട്ട് മേടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 inch സൈസ് തൊട്ട് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും ഫുഡ് കൊടുക്കുന്ന രീതിയിൽ. ഒരു 5 inch വരെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഡൈജഷൻ ഇഷ്യൂ വരാണ്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇവരെ എടുത്തത് 2 inch ഉള്ളപ്പോഴാണ്, 2.5 inch പറ്റിയുള്ളപ്പോഴാണ്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടെന്ന് വെച്ചാൽ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് എടുത്തിട്ട് അതിൻ്റെ നിന്ന് ഫ്ലഷ് കുറച്ച് കട്ട് ചെയ്ത് അതിൻ്റെ മൗത്ത് സൈസ് മാത്രമുള്ള രീതിയിൽ ഫ്ലഷ് കട്ട് ചെയ്തിട്ട് അത് ക്രോപ്പ് ചെയ്ത് ചെറിയ സൈസാക്കിയിട്ട് ഒരു ഉണ്ട പോലെയാക്കി ഇവർക്ക് ഫീഡ് ചെയ്യുമായിരുന്നു. അത് ഓവർ ഫീഡ് ചെയ്യത്തില്ല, ഒറ്റ ടൈമേ കൊടുക്കത്തുള്ളൂ. നമ്മൾ തീരെ ചെറുതായിട്ട് ക്രോപ്പ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അത് അതിൻ്റെ മൗത്ത് സൈസിൽ മാത്രമേ നമ്മൾ ഫീഡ് ചെയ്യാറുള്ളൂ. ആ ഒരു സൈസ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒറ്റ ടൈമേ ഫീഡ് ചെയ്യുള്ളൂ. അങ്ങനെ നമുക്കൊരു 2 ദിവസം അങ്ങനെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് മാത്രമേ ഫീഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇവരെ പെട്ടെന്ന് തന്നെ റൈസ് എടുക്കാൻ പറ്റും. ഒരു 1 feetലേക്ക് എത്തിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് 1 feet വരെയൊക്കെ എത്തിച്ചത്. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ ഏകദേശം 1 feet എബോവ് ആയിട്ടുണ്ട്. റെഡ് ടെയിലിനെ സംബന്ധിച്ച് അവർ 1 feet എബോവ് ആയെന്ന് പറഞ്ഞാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ വലുതായെന്ന് പറഞ്ഞാൽ പോലും ഒരു ഓവർ ഫീഡ് എടുക്കാൻ വേണ്ടി ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇവരുടെ വയറ് നിറയത്തില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഫീഡ് ചെയ്യാൻ. ഇപ്പോൾ 1 feet ഒക്കെ ആയപ്പോഴാണ് ഞാനൊരു മീൻ ഫുള്ളായിട്ടൊക്കെ വെച്ച് കൊടുക്കാൻ തുടങ്ങിയത്. എന്നാലും അവരുടെ മൗത്ത് സൈസ് ഒതുങ്ങുന്ന മീൻ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും. ഞാൻ മോസ്റ്റ്ലി കൊടുക്കുന്നത് ചാള, പിന്നെ കൊഴുവ, അതുപോലത്തെ മീനുകളൊക്കെ കൊടുക്കുന്നത്. കൊഴുവയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആയി പൊക്കോളും, ചെറിയ ഫിഷ് ആയതുകൊണ്ട്. ഫിഷിൻ്റെ കൊടുക്കുന്ന ഫീഡിൻ്റെ സൈസ് കൂടുന്തോറും ഡൈജഷൻ ഇഷ്യൂ കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. എൻ്റെ കൂടെ ഒരു ഹൈബ്രിഡ് കൂടി എടുത്തായിരുന്നു. അവർ ഒരുമിച്ച് ഞാൻ ഒരു രീതിയിൽ വളർത്തിയെടുത്ത്. പിന്നെ ആൽബിനോ അല്ല, ഇത് നമ്മുടെ പ്ലാറ്റിനം റെഡ് ടെയിലാണ്. അതൊരു പീസ് ഞാൻ എടുത്തായിരുന്നു. അത് 2 inch സൈസ് ഉള്ളപ്പോഴും എടുത്തത്. കാരണം ഇവരുടെ വലിയ സൈസിനെ അഫോർഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. നല്ല റേറ്റാണ് ഇവർക്ക്. നമുക്ക് നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് നോക്കാൻ പോലും പറ്റാത്ത റേറ്റ് ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഒതുങ്ങിയ റേറ്റ് കിട്ടിയപ്പോൾ ഞാൻ എടുത്തതാണ് ഇതിനെ. റിട്ടൈൽ എല്ലാത്തിനും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കെയർ കൊടുക്കാമെങ്കിൽ എല്ലാത്തിനും റേസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫീഡ് കൊടുക്കുന്ന ഈ കാര്യത്തിൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുക. പിന്നെ വാട്ടർ ചേഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്പേസിയസ് ആയിട്ടുള്ള സ്ഥലത്ത് ഇടുകയാണെങ്കിൽ എപ്പോഴും വാട്ടർ ചേഞ്ച് ആവശ്യം. ഞാൻ വാട്ടർ ചേഞ്ച് പൊതുവേ ചെയ്യാറില്ല. വാട്ടർ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ ഇവരെ ഒരുപാട് ഫിഷിനെ ഒരുമിച്ച് ഇടാറില്ല. ഇവരെ ഇടുവാണെങ്കിൽ ഇവരെ ഒറ്റക്കല്ലെങ്കിൽ ഇവർക്ക് ടാങ്ക് മേറ്റ്സായിട്ട് അധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത ഫിഷസിനെ ആഡ് ചെയ്ത് ഞാൻ ഓസ്കാറിനെയൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അധികം ഫിഷസും ഇല്ല, അത്യാവശ്യം വലിയ ടാങ്ക് 1000 ലിറ്ററിൻ്റെ ടാങ്കിലായിട്ടിരിക്കണത്. അപ്പോൾ അതുകൊണ്ട് വാട്ടർ കണ്ടീഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ആയി കിടക്കുക. അത്യാവശ്യം വാട്ടർ ചേഞ്ച് ആക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ 2-3 മാസം കൂടുമ്പോഴേ ഞാൻ ചെയ്യാറുള്ളൂ പൊതുവെ. അതുവരെ ക്ലിയറായി കിടക്കാറുണ്ട്. മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് കൊടുത്ത് ടാങ്ക് വേസ്റ്റ് ആക്കാണ്ടിരിക്കുക, ടാങ്ക് വൃത്തികേടാക്കാണ്ടിരിക്കുക. അമോണിയ പ്രൊഡക്ഷൻ കുറക്കാൻ വേണ്ടി ഒരു പ്ലാന്റൊക്കെ വെച്ച് കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. ഓസ്കാർ ഉള്ളതുകൊണ്ട് ഞാൻ പ്ലാന്റ് വെക്കാത്തത്. നേരത്തെ വരെ ഞാൻ വളർത്തിയെടുത്തപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഇടുമായിരുന്നു. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ റെഡ് ടെയിലിനെ ഫീഡ് ചെയ്യുന്ന രീതിയാണിത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൊടുക്കുന്ന ഫുഡ് ചെറിയതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഒരു ചെറിയ പിടി പിടിച്ചിട്ട് അതാണ് ഞാൻ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും ഫുഡേ ഞാൻ കൊടുക്കത്തുള്ളൂ അറ്റ് എ ടൈം ഒരു ദിവസം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആഴ്ച ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് ബാക്കി എല്ലാ ദിവസങ്ങളും കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്ത ഫുഡാണ് കൊടുക്കേണ്ടത്. ആദ്യം കയ്യിൽ വെച്ചത് ഒരു ടെയിൽ പോർഷനാണ്. അതുപോലത്തെ ഫുഡ് കൊടുക്കരുത്. കാരണം ഡൈജഷൻ ഇഷ്യൂ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഇച്ചിരി സൈസ് ആയതിനു ശേഷം വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റെഡ് ടെയിലിന് റേസ് എടുക്കാവുന്നതാണ്.
മെയിനായിട്ട് ടാങ്ക് മേറ്റ്സ് അഗ്രസീവായിട്ടുള്ള ടാങ്ക് മേറ്റ്സിനെ ആഡ് ചെയ്തിരിക്കുക. ആഡ് ചെയ്ത ഫിൽട്രേഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇഞ്ചുറി സംഭവിച്ച ഇൻഫെക്ഷൻ ആകാനുള്ള ചാൻസ് കൂടും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാമല്ലോ. ഞാൻ ലിസ്റ്റിൽ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, നമ്മൾ തുടക്കക്കാരാണെങ്കിൽ വാങ്ങുന്ന ഫിഷിൻ്റെ ക്വാളിറ്റി അഥവാ വാങ്ങുന്ന ഫിഷിൻ്റെ സൈസ് ഇച്ചിരി നല്ല സൈസ് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അഥവാ ചെറിയ സൈസാണ് എടുക്കുന്നതെങ്കിൽ ഫീഡിങ് ശ്രദ്ധിച്ചാൽ മതി, വാട്ടർ കണ്ടീഷൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഫിഷിൻ്റെ നോക്കുക. സെക്കൻഡ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഡൈജഷൻ ഇഷ്യൂ വരാണ്ട് നോക്കുക എന്നുള്ളതാണ്. ഫുഡ് കൊടുക്കുമ്പോഴുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചോപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന ഫുഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. മെയിനായിട്ട് കൊടുക്കാൻ പാടില്ലാത്ത ഫുഡിൽ പെടുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചിക്കനൊക്കെ ചിലർ ഫീഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ചിക്കനൊക്കെ ഫീഡ് ചെയ്യുമ്പോൾ മാക്സിമം ചോപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഡൈജഷൻ അതിൽ വൊമിറ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലുള്ളൊരു സാധനമാണ് ചിക്കൻ. മോസ്റ്റ്ലി ഫിഷസ് തന്നെ ഫീഡ് ചെയ്യാൻ നോക്കുന്നത് നല്ലത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക എന്നുള്ളത്. വാട്ടർ കണ്ടീഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒന്നെങ്കിൽ ഫിൽറ്റർ ആഡ് ചെയ്യുക, അതും ഇല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് റേസ് ചെയ്തെടുക്കണമെന്ന് താല്പര്യമുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഓക്സിജൻ മസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അത് ഫുഡ് കൊടുത്തതിന് ശേഷം ഓക്സിജൻ മെയിൻലി പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ ഫിൽറ്റർ ഓൺ ആക്കിയിടാൻ ശ്രദ്ധിക്കുക. കാരണം വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അത്യാവശ്യം ചോപ്പ് ചെയ്യാത്ത ഫുഡ് കൊടുത്താലും വൊമിറ്റ് ചെയ്താലും അമോണിയ പ്രൊഡക്ഷൻ ഉണ്ടാകത്തില്ല. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ നമ്മുടെ പെറ്റിൻ്റെ ജീവൻ വരെ പോകാൻ കാരണമായേക്കാം. അതുകൊണ്ട് എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരും വരെ ബൈ ബൈ. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്.